ഉൾപ്പെടെ സൗദി വിപണിയിൽ സൃഷ്ടിക്കുന്ന ആഘാതത്തിന്റെ ഇരുവശങ്ങളും പരിശോധിക്കുമെന്ന് ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസ്. 2 ദിനം നീണ്ടുനിന്ന സമ്മേളനം വിപണിയിലെ വിവിധ വിഷയങ്ങളും തൊഴിൽ മേഖല മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിയമങ്ങളും ചർച്ച ചെയ്തു. തൊഴിൽ മേഖലയും സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ രാജ്യങ്ങളിലെ കമ്പനികളുമായി സൗദി അറേബ്യ 45-ലധികം ധാരണാപത്രങ്ങളും സഹകരണ കരാറുകളും ഒപ്പിട്ടു. റിയാദിൽ അവസാനിച്ച സമ്മേളനത്തിൽ മീഡിയ 1 മാധ്യമ പങ്കാളിയായിരുന്നു. സമ്മേളനത്തിൽ നിന്നും വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരും. സൗദി അറേബ്യ നേതൃത്വം നൽകിയ 2 ദിവസം നീണ്ടുനിന്ന ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിന് ഇന്ന് സമാപനമാവുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് വിപണിയിലുണ്ടാക്കിയ പ്രത്യാഘാതം, ഗുണങ്ങൾ, ഇതാണ് ഈ കോൺഫറൻസിൻ്റെ 2 ദിന ചർച്ചയിൽ കാര്യമായി പ്രധാന വിഷയമായി ഉയർന്നു നിന്നത്. പ്രത്യേകിച്ച് വിവിധ അന്താരാഷ്ട്ര കമ്പനികൾ നിരവധി ജീവനക്കാരെ പിരിച്ചുവിടുന്ന സാഹചര്യം AI കടന്നുവരവോടെ ഉണ്ട്. പ്രത്യേകിച്ച് ആമസോണിൽ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വിഷയമാണ്. അത് സൗദി അറേബ്യയിൽ ഉൾപ്പെടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഏത് തരത്തിലായിരിക്കും, അത് ഏതെല്ലാം തരത്തിൽ മറികടക്കാൻ ശ്രമിക്കണം എന്നുള്ളതായിരുന്നു ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, വ്യത്യസ്തമായ രീതിയിൽ ആഗോളതലത്തിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, അത് മറികടക്കാനുള്ള പരിഹാരങ്ങളും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളുമാണ് ഈ ചർച്ചയിൽ ഉയർന്നത്. ഏതാണ്ട് 40 രാഷ്ട്രങ്ങളുടെ തൊഴിൽ മന്ത്രിമാരാണ് ഈ 2 ദിനമായി നീണ്ടുനിന്ന ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിൽ പങ്കെടുത്തത്. വ്യത്യസ്ത കമ്പനികളുമായി 45-ലധികം കരാറുകളും ഈ സമ്മേളനത്തിൽ വെച്ച് ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ AI ഉൾപ്പെടെയുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ വിവിധ റിക്രൂട്ട്മെൻറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ട കരാറുകൾ, ഇതെല്ലാമാണ് ഈ കരാറുകളിൽ ഉയർന്നു വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സൗദി അറേബ്യയുടെ തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങൾ. അത് തുടരുമെന്ന് കഴിഞ്ഞ ദിവസം സൗദി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ റാജി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ തൊഴിൽ മേഖലയിൽ കൊണ്ടുവരേണ്ട പരിഷ്കരണങ്ങൾ, അതിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാറ്റങ്ങൾ, ഈ തരത്തിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്പോർട്സ് ഉൾപ്പെടെയുള്ള വിവിധ കായിക പദ്ധതികൾക്കുമെല്ലാം തന്നെ നേതൃത്വം നൽകുന്ന ഒരു സമയം കൂടിയാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തൊഴിൽ വിപണിയിലും തൊഴിൽ മേഖലയിലും പുതുതായി തൊഴിലാളികൾ കടന്നു വരുന്ന സമയങ്ങളിലുമെല്ലാം തന്നെ അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ, അവർക്കുള്ള ചട്ടങ്ങൾ, അവർക്കുള്ള മാനദണ്ഡങ്ങൾ, ഇതെല്ലാം തന്നെ ഈ 2 ദിന ചർച്ചയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിലനിന്നിട്ടുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ നേരിട്ടുള്ള വിപണിക്ക് പകരം സമാന്തരമായി പോകുന്ന, അതായത് തൊഴിൽ വിപണിയിൽ നേരിട്ടില്ലാതെ നികുതിയൊന്നും നൽകാതെ നിൽക്കുന്ന സമാന്തര വിപണികളുണ്ട്. ഈ വിപണി ഏതെല്ലാം തരത്തിലായിരിക്കും നിലവിലുള്ള, അതായത് ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോകുന്ന വിപണിയെ ബാധിക്കുക, ഈ തരത്തിലുള്ള ചർച്ചകളും ഈ 2 ദിവസ സമ്മേളനത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്നു. ഏതായിരുന്നാലും ഇന്ന് സമ്മേളനം അവസാനിക്കുമ്പോൾ 40 രാജ്യങ്ങളിലെ മന്ത്രിമാരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലെ മന്ത്രിമാർ, അതോടൊപ്പം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ മന്ത്രിമാർ, അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ വിവിധ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട വേദികളുടെ മേധാവിമാർ എല്ലാവരും തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അംബാസിഡറും ഈ കോൺഫറൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഏക മാധ്യമ പങ്കാളിയായി മീഡിയ 1 ഈ സമ്മേളനത്തിൻ്റെ 2 ദിവസമായുള്ള സെഷനുകളിൽ ഭാഗമായിരുന്നു.